ജീവനക്കാരന്റെ അവകാശമാണ് അവന്റെ സ്വകാര്യത സംരക്ഷിക്കുക. ഏതൊരു പൗരന്റെ അവകാശമാണ്. നമ്മുടെ രാജ്യം പൗരന്റെ സ്വകാര്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന രാജ്യമാണ്. നേരത്തെ സ്പ്രിംഗ്ലർ അപവാദം നമ്മൾ കേട്ടതാണ്, ആരോപണം. അതും ഡാറ്റ ചോർച്ചയായിരുന്നു. ആരാ കൊണ്ടുപോകുന്നത്? നമ്മുടെ നാട്ടുകാരല്ല, വിദേശ ഏജൻസികളുടെ കയ്യിലേക്കാണ് ഈ ഡാറ്റ പോകുന്നത്. ഇപ്പോൾ സ്പാർക്കിന്റെ കയ്യിൽ കിടക്കുന്ന ജീവനക്കാരന്റെ ശമ്പളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള സ്പാർക്കിന്റെ കയ്യിൽ കിടക്കുന്ന ഡാറ്റ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ PR ഏജൻസിയുടെ കയ്യിലെത്തുന്നത്? ജീവനക്കാരന്റെ സ്വകാര്യതയ്ക്കെതിരെയുള്ള ഏറ്റവും നഗ്നമായ കടന്നുകയറ്റമല്ലേ അത്? അത് ഇന്ന് മുഖ്യമന്ത്രിയുടെ PR ഏജൻസി കൈകാര്യം ചെയ്യും, നാളെ വേറെ ഏത് ലോകത്തിൽ എവിടെയും PR ഏജൻസി കൈകാര്യം ചെയ്യും. ഇന്ന് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യമെന്ന് പറഞ്ഞ ഡാറ്റയാണ്. ജീവനക്കാരന്റെ കയ്യിൽ നിന്നും ഈ DA കുടിശ്ശികയൊക്കെ കവർന്നെടുത്ത് മുൻകാല പ്രാബല്യം നൽകാതെ ആ കവർച്ച നടത്തിയ മുഖ്യമന്ത്രി ഡാറ്റയും കൂടെ കവർന്നിട്ടാണ് അതിന് ക്രെഡിറ്റ് എടുക്കാൻ നോക്കിയത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ജനങ്ങളുടെ മുമ്പിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു ഗവൺമെന്റ്, സാധാരണക്കാരന്റെ മുൻപിൽ മുഖമില്ലാതെ പോയ ഒരു മുഖ്യമന്ത്രി, ആ മുഖത്തിന് ഷേപ്പ് മാറ്റാൻ, ഒന്ന് നന്നാക്കിയെടുക്കാൻ, മുഖം മിനുക്കാൻ ഉപയോഗിച്ച ഒരു നാടകമായിരിക്കാം ഇത്. ഉളുപ്പുണ്ടെങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ അവിടെ ഇരിക്കില്ല ഇങ്ങനെ എന്നുള്ളതാണ് സത്യം. എന്തൊരു വിധിയാണത്.